ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോതമംഗലത്താണെങ്കിലും ഈ സമീപ ദിവസങ്ങളിലാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ വലിയ രൂപത്തിൽ ഇപ്പോൾ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുകയാണ്. വളരെ വേദനാജനകമാണ്. നമ്മുടെ എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഈ അപകടകരമായ ഒരു അവസ്ഥയെ തരണം ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലും വന്യമൃഗ ആക്രമണം എന്നുള്ളത് വലിയ രൂപത്തിൽ ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിനെ വൈകാരിക പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിനെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ സങ്കുചിതമായ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് വലിച്ചുഴയ്ക്കാതെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ മനസ്സിലാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ മലയോര ജനതയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് കാണണം. ഇവിടെ ഇപ്പോൾ എൻ്റെ കോൺഗ്രസ് സുഹൃത്ത് പറയുകയുണ്ടായി, കേരളം 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 എന്ന് അദ്ദേഹം ആവർത്തിച്ചാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അടിമാലിൽ ഇന്ദിര എന്ന സ്ത്രീ മരിച്ച അതേ ദിവസം തന്നെയാണ് കർണാടകയിൽ ഒരാന ചവിട്ടി ആൾ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണമല്ലേ? കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണത് എന്ന് പറയാൻ കഴിയുമോ? കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് തമിഴ്നാട്ടിൽ 2 പേരെ ആന ചവിട്ടി കൊന്നു എന്ന വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടത്. എന്ന് പറഞ്ഞാൽ ഇത് പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ വലിയ രൂപത്തിൽ വന്യമൃഗ ആക്രമണം, മനുഷ്യരെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇതിനെ പരിഹരിക്കാൻ എന്താണ് ശാശ്വതമായി നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ചർച്ച ചെയ്യേണ്ടതിന് പകരം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സ്വയം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ മാറി നിന്നവർ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് കോതമംഗലത്ത് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് കാണും. ഇപ്പോൾ ഇവിടുത്തെ ഡീൻ കുര്യാക്കോസ് എന്ന MP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നല്ലോ മൃതശരീരത്തെ റോഡിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. എൻ്റെ കോൺഗ്രസ് സുഹൃത്ത് ഇവിടെ പറയുന്നത് ബന്ധുമിത്രാദികളാണ് പ്രതിഷേധിച്ചത് എന്നുള്ളതാണ്. പ്രതിഷേധം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് ഏതെങ്കിലും ബന്ധുമിത്രാദികൾ മുൻകൈയെടുത്ത് പോയതാണോ? നുണ പറഞ്ഞ് നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും MP-യും MLA-യും DCC പ്രസിഡന്റ് എല്ലാം വന്ന് മൃതശരീരം കാണാൻ എന്ന വ്യാജേന അകത്ത് കയറി അവിടെ നിന്ന് മൃതശരീരം തട്ടിപ്പറിച്ച് വലിച്ചഴിച്ച് റോഡിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മുടെ നാട് കണ്ടത്. ഇത് എത്രമാത്രം അരാജകപരമായ പ്രവണതയാണ്. ഇത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണോ? യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ? അതിനൊപ്പം തന്നെ പുതിയൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ റോഡിലേക്ക് മൃതശരീരം ഉൾപ്പെടെ വലിച്ചുകൊണ്ടു പോകുന്ന സമരപരിപാടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സർക്കാർ സഹായിക്കുകയുള്ളൂ എന്ന ഒരു പുതിയ നറേറ്റീവ് കൂടി മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എത്ര തെറ്റായ രീതിയിലാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് കാണണം. നമുക്ക് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രവർത്തകരായ ഞങ്ങളെല്ലാവരും ഈ ഗവൺമെൻറ്റും പറയുന്നത് ഒന്നിച്ചു നിന്ന് ഈ അപകടകരമായ സാഹചര്യത്തെ തരണം ചെയ്യാൻ ആവശ്യമായ സമീപനം എടുക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1972 നമ്മുടെ വനമൃഗ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്നുള്ളത് കാണാൻ കഴിയും. ആ നിയമം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അത് നമ്മൾ മറന്നു പോകരുത്. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചതും കോൺഗ്രസിൻ്റെ കാലത്താണ്. ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നത് കോൺഗ്രസിൻ്റെ കാലത്താണ് എന്ന് മറന്നു പോകരുത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യുമ്പോൾ വലിയ പരിസ്ഥിതി പ്രവർത്തകരും വലിയ പരിസ്ഥിതി സ്നേഹികളായി അവതരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആന സ്നേഹികളായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതാണ് സങ്കുചിത രാഷ്ട്രീയം എന്നുള്ളത്. കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായി ഇത്തരം വന്യമൃഗങ്ങളെ, അതിൻ്റെ ആക്രമണത്തെ കൈകാര്യം ചെയ്യുന്നതിന് വലിയ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ തടസ്സങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക? ഇതല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്യേണ്ട സമീപനം? അതിന് കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? കേരളത്തിൻ്റെ ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റിയെ തന്നെ വെച്ചുകൊണ്ട് ഈ നിയമത്തിൻ്റെ ഭേദഗതി നിർദ്ദേശത്തിന് ആവശ്യമായ കാര്യങ്ങൾ രൂപപ്പെടുത്തുകയും കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യുണ്ടായി. എന്നാൽ ഈ കാര്യത്തിനകത്ത് ഇവിടെ നിന്ന് ജയിച്ചു പോയ ഇടുക്കിയുടെ MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ നിങ്ങളുടെ വയനാടിനെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള 18 UDF MP-മാർ എന്താണ് പാർലമെന്റിനകത്ത് ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ 72 നിയമ ഭേദഗതിക്കകത്ത് ഗുണകരമായ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? ഇപ്പോൾ വയനാടും ഇടുക്കിയും വലിയ രൂപത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്ന 2 കേന്ദ്രങ്ങളല്ലേ? അവിടെ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുകയല്ലേ?
ഈ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഐക്യകണ്ഠേന ഒരു പ്രമേയം ഉൾപ്പെടെ പാസാക്കി ഇത്തരം സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു നിലയിലേക്ക് കേന്ദ്രത്തിൽ പാർലമെൻറ്റകത്ത് നിലപാട് സ്വീകരിക്കണ്ടേ? രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യമെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇത്തരം വലിയ ജീവത്തായ ഒരു പ്രശ്നത്തെ ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ? ഡീൻ കുര്യാക്കോസിന് കഴിയുന്നുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ 5 വർഷക്കാലം കൊണ്ട് ഒന്നും ചെയ്യാതിരുന്നത് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ മൃതശരീരം മോർച്ചറിയിൽ നിന്നും വലിച്ചു പറിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളൊരു നോട്ടമല്ലേ ഇവർ ചെയ്തിട്ടുള്ളത്? ഇതല്ലേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ 2014 മുതൽ 19 വരെ ഇടുക്കിയുടെ MP ആയിട്ടിരുന്നയാൾ ജോയിസ് ജോർജ് എന്ന MP ആണ്. അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച്, അന്ന് ഇടതുപക്ഷ MP-മാർ നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് ഇപ്പോഴും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നമുക്കതിൻ്റെ പ്രസംഗങ്ങൾ കാണാൻ കഴിയും. അവരെന്ത് കാഴ്ചപ്പാടാണ് മുമ്പോട്ട് വെച്ചത്? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് എന്ത് കാഴ്ചപ്പാടാണ് മുമ്പോട്ട് വെച്ചത്? നമ്മ പറഞ്ഞു, നമ്മുടെ ഇടതുപക്ഷ കാഴ്ചപ്പാട് നമ്മ മുമ്പോട്ട് പറഞ്ഞു, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ സഹായകരമാവുന്ന വിധത്തിൽ 1972 നിയമത്തിനകത്തും മാറ്റം വരണം. ഇത് പാർലമെന്റിനകത്ത് അതിശക്തിയായി മുമ്പോട്ട് വയ്ക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, ലോകത്താകമാനം ഈ കാര്യത്തിനകത്ത് ശരിയായുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വന്യജീവികളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. വന്യജീവികളുമായിട്ടുള്ള ഒരു സുസ്ഥിരമായ വന്യജീവി സംരക്ഷണമാണ് ലോകത്ത് തന്നെ ഉയർത്തപ്പെടുന്ന കാഴ്ചപ്പാട് എന്നുള്ളത് നമ്മൾ സ്വീകരിക്കപ്പെടേണ്ട ഒന്നാണ്. UN-ന്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊല്ലുക എന്നുള്ളതാണ്. ഈ ജീവജാലങ്ങളുടെ വനത്തിൻ്റെ വിസ്തൃതിയും അതിൻ്റെ ആവാസ കേന്ദ്രങ്ങളും എല്ലാം പരിശോധിച്ച് ആവശ്യത്തിന് അധികരിച്ചുള്ളതിനെ ശാസ്ത്രീയമായി കൊല്ലുക എന്നുള്ളത് വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും നിർവഹിക്കുന്നുണ്ട്. അതിന്